ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ആദ്യത്തെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ളത് ചെന്നൈയിലെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലാണ്. ഏകദേശം 2 മാസത്തോളമായി കൊച്ചിയിൽ നിന്ന് നമ്മൾ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ചെന്നൈയിലെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. 2 മാസത്തോളമായി നമ്മളിവിടെ വന്നിട്ട് പപ്പായും മമ്മിയും പിന്നെ മമ്മിയുടെ അനിയത്തിയുടെ മകൻ ആൽബിൻ അവനും വന്നിട്ടുണ്ടായിരുന്നു. അവനിവിടെ ചെന്നൈയിൽ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പപ്പായും മമ്മിയും വന്നപ്പം അവനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പാല് തിളച്ച് തൂവി നമ്മുടെ ഗൃഹപ്രവേശം നമ്മൾ നടത്തി. പിന്നെ അതിനുശേഷം ഒരു കുഞ്ഞ് കുറച്ച് സദ്യ ഉണ്ടാക്കുന്നുണ്ട്. മമ്മി അതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് കിച്ചണിൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്നാണ് ഓർക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് റൈസൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ പപ്പ അവിടെ നിന്ന് വാർത്ത കാണുകയാണ്. റോസു എപ്പോഴത്തെ പോലെ കുറേ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആൽബിൻ. റൈസ് ഇപ്പോൾ വേവിച്ച് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ള അപ്പോൾ ക്യാപ്സിക്കവും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്ത് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കിച്ചണിലായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ആൻറ്റിമാരെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ സ്ഥലമാണല്ലോ, അപ്പോൾ പുതിയ സ്ഥലത്തെയും പുതിയ വീടിൻ്റെയും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൻറ്റിമാരും കസിൻസൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാവരോടും കൂടി സംസാരിക്കുന്നതിൻ്റെ ബഹളമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചായനും മമ്മിയുടെയും പപ്പായുടെയും നടുക്ക് കയറി കിടന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് റോസു ആ മടിയിലിരുന്ന് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾവശം. ഇവിടെ ഒരു ബെഡ്റൂം, ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ്. ബാൽക്കണി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നിറച്ചും മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഓപ്പോസിറ്റ് വേറൊരു ടവർ ഉണ്ട്. ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഒരു ഓപ്പൺ ജിം, പിന്നെ എക്സസൈസ് ചെയ്യാനായിട്ട് ജോഗിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത്, പിന്നെ ഒരു ലോൺ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിറച്ച് മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ചെന്നൈയാണെന്ന് നമുക്ക് തോന്നില്ല. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ ഡൈനിങ് ഏരിയ, പിന്നെ ലിവിങ് ഏരിയ. ഇത് നമ്മുടെ റോസുവിൻ്റെ മാമോദിസയുടെ സമയത്ത് എടുത്ത ഫോട്ടോ, നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോ, ഇച്ചാൻ്റെ കൊളീഗ്സിൻ്റെ കൂടെയുള്ള ഫോട്ടോയൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ റോസിൻ്റെ ടോയ്സ് ഒക്കെ ഒന്ന് എടുത്ത് മണ്ടയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ അവർക്കൊരു ഡൈനോസർ സെറ്റ് ഉണ്ട്, അതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയി. ഇതെൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പം അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചാൻ്റെ കയ്യിൽ ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയതാണ്. സംഭവം റെഡി ആയിട്ടുണ്ട്, കുഴപ്പമില്ല, സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കി നമുക്ക് ചില്ലി ചിക്കനും കൂടി റെഡിയാക്കാനായിട്ടുണ്ട്. ആ സമയത്ത് റോസ് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ബാൽക്കണിയിൽ. ഇവള് ഫുൾ ടൈം ബാൽക്കണി പോയി നിന്നിട്ട് ബാൽക്കണിയുടെ ഡോർ ക്ലോസ് ചെയ്തിട്ട് പറയും അത് റോസുവിൻ്റെ ഐസ്ക്രീം ഷോപ്പാണ്. മമ്മയ്ക്ക് ഏത് ഐസ്ക്രീമാണ് വേണ്ടത്, ഡാഡയ്ക്ക് ഏത് ഐസ്ക്രീമാണ് വേണ്ടതെന്ന് ചോദിച്ച് അവൾ ഐസ്ക്രീം ഷോപ്പ് കളിക്കുകയാണ് അവിടെ നിന്ന്. ആ സമയത്ത് ഇച്ചായന് നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് വരാൻ പറ്റിയില്ല, ചേച്ചി ദുബായിലാണ്. അപ്പോൾ ചേച്ചി വിളിച്ചു. ചേച്ചിയോടും ബെല്ലയോടും എല്ലാവരും കുറേ നേരം സംസാരിച്ചു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ ചില്ലി ചിക്കൻ ഓൾമോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഫോളോ ചെയ്യുന്നതെന്ന്. ഷാൻജിയോടെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ റെസിപ്പീസ് ഉണ്ടാക്കുന്നത്. ഇത്രയും കറക്റ്റായിട്ട് എനിക്ക് വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. കാരണം ഇത് നോക്കി എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും അത് 100% ഫുൾ സക്സസ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്ത് സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയായിരിക്കുമല്ലോ. നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. കാരണം അതിനകത്ത് ഒത്തിരി സംസാരിക്കുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും രണ്ടുപേരും കൂടി ഇവിടെ ആൽവിൻ റോസും കൂടി ഇരുന്നിട്ട് കളിയാണ്. ചില്ലി ചിക്കനും അങ്ങനെ റെഡിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. വൺസ് അഗെയിൻ താങ്ക്സ് ടു ഷാൻജിയോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൈനാപ്പിൾ ജ്യൂസും അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് പൈനാപ്പിൾ കൊണ്ടുവന്നിരുന്നു. പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു, അത് കുടിച്ചു. റോസുവിന് നേരത്തെ ഫുഡ് കൊടുത്തു കേട്ടോ, അവൾ കഴിച്ചായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നത്. പിന്നെ അഡീഷണലായിട്ട് സോസ്, ടൊമാറ്റോ സോസും പിന്നെ ഒരു സാലഡും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, സാലഡ്, സോസ്, ഇത്രയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അഡീഷണൽ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റോസ് ഇവിടെ നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇത് സെർവ് ചെയ്ത് തരുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഓറഞ്ച് ഇഷ്ടമാണ്, അപ്പം ഓറഞ്ചും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് എവിടെ ഉച്ച കഴിഞ്ഞ സമയമുണ്ടല്ലോ, അപ്പോൾ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് സെൻറ്റ് തോമസ് മൗണ്ടിൽ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ.
അവിടെ പോയി അവിടെ റിനോവേഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് ജസ്റ്റ് അവിടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ചെന്നൈയിൽ ഇവിടെയുള്ള ചർച്ചിൽ പോയി. അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തു. ഇത്രയാണ് നിങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം. താങ്ക്സ് ഫോർ വാച്ചിങ്.